ഹായ്, വെൽക്കം ബാക്ക്. രാവിലെ വെളുപ്പാങ്കലത്ത് തന്നെ ഒരു യാത്രയിലാണ്. യാത്ര എന്ന് പറയുന്നത് ഞാനൊരു ആവശ്യത്തിന് വേണ്ടി മുംബൈയിൽ പോകണം. ആ മുംബൈയിൽ പോകുന്ന സമയത്ത് അവിടുത്തെ മുംബൈയിൽ എന്തിനാണ് പോകുന്നത്, അവിടെ അതൊക്കെ ഞാൻ അവിടെ പോയിട്ട് കാണിച്ചപ്പോൾ നമുക്കിനി ഇപ്പം തന്നെ ഏകദേശം നമ്മൾ ഫ്ലൈറ്റ് 8:40 1.5 മണിക്കൂർ മുമ്പ് ഇറങ്ങണം. അപ്പോൾ ഞാൻ നേരത്തെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് ബാഗേജ് നമ്മൾ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഹാൻഡ് ബാഗ് ആയതുകൊണ്ട് എനിക്ക് ജസ്റ്റ് അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാനത് ബോർഡിങ് എയർ ഇന്ത്യയിൽ പോയത്. എയർ ഇന്ത്യയിലാണ് നമ്മൾ പോകണം. മകത്ത് നമ്മൾ മുംബൈയിൽ പോകാൻ വേണ്ടി ഡൊമസ്റ്റിക് എയർപോർട്ടിൽ വന്നിട്ട് ഇവിടെ നമുക്ക് 8:40 ഫ്ലൈറ്റ് ഉള്ളൂ. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇനി ബാക്കിയുള്ള വിഷയത്തിൽ മുംബൈയിൽ പോയിട്ട് അവിടെ വെച്ച് കാണാം. ഓക്കെ, എയർപോർട്ടിലാണ് നമ്മൾ ഇനി ഇവിടുന്ന് പുറത്തിറങ്ങി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ സ്ഥലത്തോട്ട് പോകും. അത് കാണിച്ചു. ഓക്കെ, നമ്മൾ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതുവരെയും വന്നിട്ടില്ല. അപ്പം പുറത്ത് കാണാം. നമുക്ക് ഈ ഫാനിൻ്റെ കാറ്റാണ് ഇവിടെ മൊത്തം അടിക്കുന്നത്. കണ്ടോ, ഫാൻ കണ്ടോ? എൻ്റെ ക്യാമറ പോലും നിൽക്കുന്നില്ല. ഇത്ര വലിയ ഫാനാണ്. നമ്മളിപ്പം ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്, ബോംബെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. അടിഭാഗത്ത് പാർക്കിങ്ങിന് വേണ്ടി ഇങ്ങനെ വണ്ടി വരും. വണ്ടി വന്ന് പാർക്കിങ്ങിന് വേണ്ടി ഇരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം മുംബൈയാണ്. മുംബൈ ഞാൻ രാവിലെ പറഞ്ഞല്ലോ, ഞാൻ മുംബൈയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പല സ്ഥലത്തും കറങ്ങി, ഭയങ്കര ചൂടാണ്, എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഞാൻ ഇപ്പിക്കണം നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈയിലെ ഷാലിമാർ എന്ന് വെച്ചാൽ നമ്പർ 1 ഹോട്ടലാണ്. മുംബൈയിലെ ഏറ്റവും നമ്പർ 1. നമുക്ക് നോക്കാം, വാ. ഇതാണ് ഷാലിമാറിൻ്റെ സെറ്റപ്പ്. ഒരു സമയത്ത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടുപോകണം. ഇതേപോലെ 4 റോഡിലും എൻട്രൻസ് ഉണ്ട് ഷാലിമാറിൽ. മുംബൈയിൽ നമ്മൾ അതായത് മസ്തി ബന്ദർ, അതായത് നമ്മൾ പറഞ്ഞ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈ റോഡ്. ഇവിടെ 4 എൻട്രൻസ് ഉണ്ട്. ഇവിടെ കിട്ടാത്ത ഫുഡൊന്നുമില്ല. ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ്, ഒറിജിനൽ ടേസ്റ്റ് ഇവിടെ കിട്ടുന്നത്. അടിപൊളിയാണ്. നമ്മൾ എന്തായാലും ട്രൈ ചെയ്യാൻ പോകുന്നത്. നോക്കാം. നമ്മൾ എന്തായാലും AC-ലാണ് ഇരിക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. അപ്പോൾ ഈ തന്തൂരി നമ്മളെ നാട്ടിലെ തന്തൂരിയേക്കാളും വ്യത്യാസമുണ്ട്. ഓക്കെ, സീ കബാബ് ഇതും നമ്മുടെ നാട്ടിലെ സീ കബാബിനേക്കാളും വ്യത്യാസമുണ്ട്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. നോർത്ത് ഇന്ത്യൻ ടേസ്റ്റാണ്. ഇങ്ങനെ ഇറങ്ങിയപ്പോഴേ എൻ്റെ രുചി കൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ നാട്ടിലെ കൊച്ചുള്ളിയല്ല, സവാളയാണ്. പക്ഷേ ഇതെല്ലാം കഴിച്ചിട്ട് സവാള കഴിച്ചാണ്ടല്ലോ കഴിക്കും.
മട്ടൻ്റെ ഐറ്റമാണ്. സംഭവം ഒരു ഗോത്തിന് ടേസ്റ്റ് ഉണ്ട്. ഇതിന്റെ പേര് എന്തോ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. കണ്ടല്ലോ നമ്മളെ നാട്ടിലെ പോലെ വലിയ ഗ്ലാസ്സിൽ പല പല ഫ്രൂട്ട്സ് കിട്ടുന്ന പലവടല്ല. ये नीचे क्या है? ये अपना शुगर सिरप है. ये ऊपर फालूदा, आंवला, सब्जा, आइसक्रीम. ये ऊपर ഇങ്ങനെ शालीमार स्पेशल आइसक्रीम है. ഇങ്ങനെ സ്പെഷ്യൽ ഐസ്ക്രീം ആണ്. ഇങ്ങനെ പൊളി പൊളി സാധനം പൊളി എന്തൊരു പൊളി ഏകയാ എന്തൊരു പറഞ്ഞാ ഷാഹിദ്. इसमें क्या क्या आइटम है? इतना वो रहता है सर, मिल्क राइस वगैरह जैसा खीर होता है ना सर, उसका फिरनी इसको बोलते हैं, शाही फिरनी. റേറ്റ് അടിപൊളി സാധനം. നമ്മളവിടെ ഈ രണ്ട് സാധനം നമ്മളവിടെ ഇല്ല അല്ലേ? പൊളിയാണ്. അപ്പം അതാണ് നിങ്ങളെ പേരെന്താ? ഷാലിമാർ അടിപൊളിയാണ്. ബോംബെ ഷാലിമാർ. അപ്പൊ ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ ഓടി ഇവിടെ എത്താൻ വേണ്ടിയാണ് ഓടിയത്. ഓക്കെ ബൈ. ഫലൂടയൊന്നുമില്ല, വേറെ എന്തൊരു ഐറ്റം ഉള്ളു നോക്കട്ടെ. ഇത് കൊള്ളാം കേട്ടോ, എല്ലാം കൊള്ളാം.